Hello everyone, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാറ്റമി ആൻഡ് മെഡിക്കൽ ടെർമിനോളജി ബേസ് ചെയ്ത് CPC എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. So first question is, what is scleritis? So scleritis is the inflammation of the sclera, which is the white part of the eye. ഐൻ്റെ ഔട്ടർ കവറിങ് ആയിട്ടുള്ള വൈറ്റ് പാർട്ടിനെയാണ് നമ്മൾ സ്ക്ലീറ എന്ന് പറയുന്നത്. സോ ഇൻഫ്ലമേഷൻ ഓഫ് ദി സ്ക്ലീറയാണ് സ്ക്ലീറൈറ്റിസ് എന്ന് പറയുന്നത്. Question number 2, which are the parts of the small intestine? Parts of the small intestine are duodenum, jejunum and ileum. Duodenum is the first part where digestion begins. Jejunum is the middle part where nutrients are absorbed, and ileum is the last part continuing nutrient absorption. So നമുക്ക് parts of small intestine ചോദിക്കും. അതുപോലെ തന്നെ വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നുള്ള ക്വസ്റ്റ്യനും കാണാം. സോ അതിൽ ഡിയോഡിനം, ജെജുനം ആൻഡ് ഇലിയം അല്ലാത്തൊരു ഓപ്ഷൻ വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3, പെയറോണീസ് ഡിസീസ് എഫക്ട്സ്. സോ പെയറോണീസ് ഡിസീസ് എന്ന് പറയുന്നത് അഫക്ട്സ് ദ പെനിസ് ആണ്. ദാറ്റ് ഇസ് curvature due to fibrous plaque formation ആണ് മെയിൻലി സംഭവിക്കുക. ദാറ്റ് ഇസ് പെയറോണീസ് ഡിസീസ് കോസസ് എ ബിൽഡപ്പ് ഓഫ് ഫൈബ്രസ് സ്കാർ ടിഷ്യൂ ഇൻസൈഡ് ദ പെനിസ് ലീഡിങ് ടു അബ്നോർമൽ കർവേച്ചർ, പെയിൻ ആൻഡ് സംടൈംസ് ഡിഫിക്കൽട്ടി വിത്ത് സെക്ഷുവൽ ഇൻ്റർകോഴ്സ് ആണ്. സോ പെയറോണീസ് ഡിസീസ് അഫക്റ്റ് ചെയ്യുന്നത് പെനിസിനെയാണ്. പെനിസിന് ഒരു കർവേച്ചർ പ്രോബ്ലം ആണ് വരിക. അബ്നോർമൽ കർവേച്ചർ ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ പെയിൻ ഒക്കെ ഉണ്ടാവും. Question number 4, orchiectomy is performed on. So testis ആണ്. Orchio means എന്താണ്? ടെസ്റ്റിസ് ആണ്. സോ എക്ടമി മീൻസ് സർജിക്കൽ റിമൂവൽ ആണ്. സോ ഓർക്കിയെക്ടമി എന്ന് പറയുന്നത് ഇസ് ദി സർജിക്കൽ റിമൂവൽ ഓഫ് one or both testicles ആണ്. This surgical procedure is performed to remove one or both testicles. It is often done to treat testicular cancer or as part of hormone therapy for prostate cancer ആണ്. ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള റിമൂവൽ ആണ് പറയുന്നത്. എയ്തർ വൺ അല്ലെങ്കിൽ ബോത്ത് ടെസ്റ്റിക്കിൾസും റിമൂവ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, what are the functions of coronary arteries? So coronary arteries supply oxygenated blood to the heart muscles ആണ്. The word coronary stands for ഹാർട്ടിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ക്രൗൺ പോലെ ഹാർട്ടിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് കൊറോണറി ആർട്ടറി എന്ന് പേര് വന്നിട്ടുള്ളത്. സോ കൊറോണറി ആർട്ടറിയുടെ ഫങ്ഷൻ ഹാർട്ട് മസിൽസിനുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിനെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ദി കൊറോണറി ആർട്ടറീസ് റാപ്പ് അറൗണ്ട് ദ ഹാർട്ട് ആൻഡ് പ്രൊവൈഡ് ദി ഹാർട്ട് മസിൽസ്. മയോകാർഡിയം എന്നുള്ള ലെയർ ഉണ്ട്, മസ്കുലാർ ലെയർ ഓഫ് ദി ഹാർട്ടാണ്. സപ്ലൈസ് ദിസ് ലെയർ വിത്ത് ഓക്സിജൻ റിച്ച് ബ്ലഡ്. Without this supply, the heart muscles could become damaged, leading to heart attack. So coronary artery blockage വരുമ്പോഴാണ് നമുക്ക് heart attack പോലുള്ള ഇഷ്യൂസിലേക്ക് വരുന്നത്. So coronary arteries are the arteries which supply oxygenated blood to the heart muscles. Next question number 6, structure behind the eye that converts light ആണ്. The answer is retina. Retina is a light sensitive layer at the back of the eye. It captures light and converts it into electrical signals which are sent to the brain via the optic nerve, enabling vision. സോ നമ്മുടെ ഐൻ്റെ ഏറ്റവും ബാക്കിലുള്ള ഒരു പോർഷനാണ് റെറ്റിന എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ ലൈറ്റ് സെൻസിറ്റീവ് ലെയർ. സോ നമ്മുടെ ഐയിലൂടെ എൻ്റർ ചെയ്യുന്ന ലൈറ്റ് റെറ്റിനയിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യും. സോ ഈ റെറ്റിന എന്ത് ചെയ്യും? അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ സിഗ്നൽസ് ആണ് നമ്മുടെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യുന്നത് ത്രൂ ഒപ്റ്റിക് നെർവാണ്. സോ ഒപ്റ്റിക് നെർവിലൂടെ ബ്രെയിനിലെത്തുന്ന സിഗ്നൽസ് ആണ് നമുക്ക് and vision possible ആക്കുന്നത്. സോ ദി സ്ട്രക്ചർ ബിഹൈൻഡ് ദി ഐ ദാറ്റ് കൺവേർട്ട്സ് ലൈറ്റ് എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഇസ് റെറ്റിന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7, വാട്ട് ഈസ് ബ്ലെഫറോപ്ലാസ്റ്റി? ദിസ് ഇസ് ദി സർജിക്കൽ റിപ്പയർ ഓഫ് ദി ഐലിഡ്സ്. ബ്ലെഫറോ അല്ലെങ്കിൽ പാൽപിബ്രോ എന്നൊക്കെ പറയുന്നത് ഐലിഡ്സ് ആണ്. സോ ഓപ്ലാസ്റ്റി ഇസ് ദി സർജിക്കൽ റിപ്പയർ. സോ സർജിക്കൽ റിപ്പയർ ഓഫ് ദി ഐലിഡ്സ് ഇസ് നോൺ ആസ് ബ്ലെഫറോപ്ലാസ്റ്റി or palpebroplasty is also used. So it is a cosmetic or functional procedure to remove excess skin, fat or muscle from the upper or lower eyelids. Upper or lower lid
എക്സസ് ആയിട്ടുള്ള സ്കിന്നോ ഫാറ്റോ മസിലോ ഒക്കെ റിമൂവ് ചെയ്യുന്ന കോസ്മെറ്റിക് അല്ലെങ്കിൽ ഫങ്ഷണൽ പ്രൊസീജിയറാണ് ബ്ലെഫറോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. Adenoids, tonsils, spleen and appendix belong to which system? ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. എയ്തർ സ്പ്ലീൻ ബിലോങ്സ് ടു വിച്ച് സിസ്റ്റം എന്നായിരിക്കും, അല്ലെങ്കിൽ അഡിനോയിഡ്സ് ബിലോങ്സ് ടു വിച്ച് സിസ്റ്റം എന്നൊക്കെയാണ്. സോ ഏതായാലും ആൻസർ ഇസ് ലിംഫാറ്റിക് സിസ്റ്റം. These organs are part of the body's lymphatic system, which is a vital part of the immune system. It helps defend the body against infections and maintain fluid balance by draining excess fluids from tissue. So adenoids, tonsils, spleen, appendix എന്നൊക്കെ പറയുന്നത് belongs to the lymphatic system. Question number 9. Functions of thalamus. This relays sensory and motor signals to the cerebral cortex. The thalamus acts as a relay station in the brain. It processes and transmits sensory informations like touch, pain, temperature and motor information to the cerebral cortex, where perception and voluntary movements occur. സോ നമ്മുടെ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നൽസിനെ സെറിബ്രൽ കോർട്ടക്സിലേക്ക് റിലേസ് ചെയ്യുന്നതാണ് തലാമസിൻ്റെ ഫങ്ഷൻ വരുന്നത്. സോ ഇതെന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെൻസറി ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മോട്ടോർ ഇൻഫർമേഷൻസിനെ കോർട്ടക്സിലേക്ക്, സെറിബ്രൽ കോർട്ടക്സിലേക്ക് പ്രോസസ്സ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യും. അതിൻ്റെ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ഈ വോളണ്ടറി മൂവ്മെൻറ്റ്സ് എല്ലാം നടക്കുന്നത്. 10-1 ഫങ്ഷൻ ഓഫ് എപ്പിഗ്ലോട്ടിസ് ആണ്. It prevents food and liquid from entering the airway, that is trachea, during swallowing. The epiglottis is a flap-like structure located at the base of the tongue. When swallowing, it closes over the trachea to prevent food and liquids from entering the airway, directing them into the esophagus instead. This prevents choking. So epiglottis എന്ന് പറയുന്നത് ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. ദിസ് ഇസ് പ്രസൻറ്റ് അറ്റ് ദി ഏറ്റവും ബേസ് ഓഫ് ദി ടങ് ആണ്. ദാറ്റ് ഇസ് വെയർ ദി ഈസോഫാഗസും ട്രക്കിയായിട്ട് ലാരിങ്സ് ഡിവൈഡ് ചെയ്ത് പോകുന്ന ആ ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ഒരു എപ്പിഗ്ലോട്ടിസ് കാണുന്നത്. സോ ഈ എപ്പിഗ്ലോട്ടിസ് എയറിനെ ട്രക്കിയയിലേക്ക് എൻട്രി ചെയ്യാനാണ് മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത്. എയർവേയിലാണ് ഉള്ളത്. സോ അതെപ്പോഴും ഓപ്പൺ ആയിരിക്കും, ബിക്കോസ് നമ്മൾ എപ്പോഴും ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വൈൽ നമ്മൾ ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഡ്രിങ്ക് ചെയ്ത് നമ്മൾ സ്വാലോ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു എപ്പിഗ്ലോട്ടിസ്, ഈ ഒരു ഫ്ലാപ്പ് ക്ലോസ് ചെയ്യും. സോ ദാറ്റ് വാട്ടറോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസോ നമ്മുടെ ട്രക്കിയയിലേക്ക് എൻറ്റർ ചെയ്യാതെ ഈസോഫാഗസിലേക്ക് പോകുന്നതാണ്. സോ ദാറ്റ് ഈസ് ദി ഫങ്ഷൻ ഓഫ് എപ്പിഗ്ലോട്ടിസ്. This prevents food and liquid from entering the airway while swallowing. 11-1 functions of pupil ആണ്, which controls the amount of light entering the eye. So the pupil is the black circular opening in the center of the iris. It adjusts in size depending on light levels. It contracts in the bright light and dilates in dim light to control how much light enters the eye. So pupilന്റെ മെയിൻ ഫങ്ഷൻ വരുന്നത് കൺട്രോളിങ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ദി ഐ ആണ്. നമുക്കറിയാം, നമ്മളൊരു ഡാർക്ക് റൂമിൽ നിന്ന് പെട്ടെന്നൊരു സണ്ണി ഡേ അല്ലെങ്കിൽ ബ്രൈറ്റ് സണ്ണി ലൈറ്റിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഐ പെട്ടെന്ന് നമ്മൾ ക്ലോസ് ചെയ്യും. ബിക്കോസ് പെട്ടെന്ന് നമുക്ക് ഒരു ലൈറ്റ് സ്ട്രൈക്ക് വരും ഐയിലോട്ട്. ദാറ്റ് ഈസ് ബിക്കോസ് നമ്മൾ ഡാർക്ക് അല്ലെങ്കിൽ ഡിം ലൈറ്റുള്ള ഏരിയയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും ഇൻ ഓർഡർ ടു അലോ മോർ ലൈറ്റ് ടു എൻറ്റർ. എന്നാൽ മാത്രമേ നമുക്ക് ഡാർക്ക് അല്ലെങ്കിൽ ഡിം ലൈറ്റിലെ വിഷൻ പോസിബിൾ ആവുള്ളൂ. ഇനി നമുക്കൊരു ബ്രൈറ്റ് ലൈറ്റിലാണെങ്കിൽ നമ്മുടെ പ്യൂപ്പിൾ ഷ്രിങ്ക് ചെയ്ത് അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. സോ ദാറ്റ് കുറച്ച് എമൗണ്ട് ഓഫ് ലൈറ്റ് മാത്രം എൻറ്റർ ചെയ്താൽ മതി. സോ പെട്ടെന്നൊരു ഡാർക്ക് റൂമിൽ നിന്ന് ബ്രൈറ്റ് റൂമിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഡയലേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്യൂപ്പിൾ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഒത്തിരി ലൈറ്റ് നമ്മുടെ ഐയിലേക്ക് വരും. സോ ദ മെയിൻ ഫങ്ഷൻ ഓഫ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് കൺട്രോളിങ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ദി ഐ ആണ്. സോ ഐറിസിൻ്റെ മിഡിലിൽ കാണുന്ന നമ്മുടെ ഐയിൽ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ഐറിസ്. അതിൻ്റെ മിഡിലിൽ കാണുന്ന പോർഷനാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. സോ ലൈറ്റിൻ്റെ എമൗണ്ട് അനുസരിച്ച് പ്യൂപ്പിളിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ആവും. മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ദി ഐനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്.
നെക്സ്റ്റ് 12th വൺ ലൊക്കേഷൻ ഓഫ് ഹാംസ്ട്രിങ് മസിലാണ്. ദിസ് ഈസ് അറ്റ് ദി ബാക്ക് ഓഫ് ദി തൈ ആണ്. നമ്മുടെ തൈൻ്റെ ബാക്കിൽ കാണുന്ന മസിലിനെയാണ് ഹാംസ്ട്രിങ് മസിൽ എന്ന് പറയുന്നത്. ദിസ് മസിൽ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 3 മസിൽസ് ആണ്. ബൈസെപ്സ് ഫെമോറിസ്, സെമി ടെൻഡിനോസിസ് and semi-membranosus located at the back of the thigh. These muscles are important for bending the knee and extending the hip. അപ്പോൾ അവിടെ നമ്മുടെ തൈൻ്റെ ബാക്ക് ഏരിയയിലാണ് ഈ ഒരു മസിലിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇത് നമ്മുടെ നീനെ ബെൻഡ് ചെയ്യാനും ഹിപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ്. 13th വൺ, വാട്ട് ഈസ് ഹെമറേജ്? Hemorrhage means uncontrolled bleeding ആണ്. It refers to excessive or rapid blood loss either internally or externally which can be life threatening if not controlled. So heavy uncontrolled bleeding നെയാണ് hemorrhage എന്ന് പറയുന്നത്. 14th one, what does the prefix sub means? It means under or below. Sub എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് under or below ആണ്. Example, subcutaneous എന്ന് പറഞ്ഞാൽ സബ് മീൻസ് അണ്ടർ അല്ലെങ്കിൽ ബിലോ. ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ സ്കിൻ ആണ്, സോ അണ്ടർ ദ സ്കിൻ എന്ന് പറയാം. സബ് മറൈൻ എന്ന് പറഞ്ഞാൽ അണ്ടർ വാട്ടർ ആണ്. സോ ദേ ആർ ദി എക്സാമ്പിൾസ്. 15th one, what is laparotomy? Surgical incision in the abdominal cavity ആണ്. സോ ലെപ്പാറോ മീൻസ് അബ്ഡമിനൽ വാൾ ആണ്. സോ ഓട്ടമി മീൻസ് സർജിക്കൽ ഇൻസിഷൻ ആണ്. സോ അബ്ഡമിനൽ ക്യാവിറ്റിയിലേക്ക് ഒരു ഓപ്പൺ ഇൻസിഷൻ ഇടുന്നതിനെയാണ് ലെപ്പാറോട്ടോമി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൻ പെർഫോം ടു എക്സാമിൻ അബ്ഡമിനൽ ഓർഗൻസ് ആൻഡ് ഡയഗ്നോസ് ഓർ ട്രീറ്റ് കണ്ടീഷൻസ് ആണ്. 17th one, what is റഫി or റാഫി? Both means surgical suturing ആണ്. So it refers to stitching or closing a wound or surgical incision ആണ്. So examples എന്ന് പറയുന്നത് herniorrhaphy, that is surgical suturing of hernia ആണ്. അല്ലെങ്കിൽ ഹെർണിയ റിപ്പയറിനെയാണ് നമ്മൾ ഹെർണിയോറഫി എന്ന് പറയുന്നത്. ന്യൂറോറഫി എന്ന് പറഞ്ഞാൽ സർജിക്കൽ സ്യൂച്ചറിങ് ഓഫ് നെർവ്സ് ആണ്. സോ നെർവ് സ്യൂച്ചറിങ് ആണ് ന്യൂറോറഫി. സോ ഒറാഫി അല്ലെങ്കിൽ റഫി എന്ന് പറയുന്നത് സർജിക്കൽ സ്യൂച്ചറിങ് ആണ്. 18th one, എക്സാമ്പിൾസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. സോ നമുക്ക് 2 ടൈപ്സ് ഓഫ് ഗ്ലാൻഡ്സ് ആണുള്ളത്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സും എക്സോക്രൈൻ ഗ്ലാൻഡ്സും. സോ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഇറ്റ്സ് ഓൺ ഡക്ട്സ് ആൻഡ് പാത്വേസ് ആണ്. അതായത് അതിൽ സെക്രീഷൻസ് എല്ലാം അല്ലെങ്കിൽ ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി ഇൻ ടു ഇറ്റ്സ് ഓൺ പാത്വേ അല്ലെങ്കിൽ ഡക്ട്സ് ആണ്. ബട്ട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിലേക്ക് വരുമ്പോൾ ദേ ആർ ഡക്ട്ലെസ് ആണ്. അതായത് ഹോർമോൺസ് ഡയറക്റ്റ്ലി ബ്ലഡിലേക്കായിരിക്കും സെക്രീഷൻ ചെയ്യുന്നത്. സോ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്, ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഇതിൽ പാൻക്രിയാസ് ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസിന് ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഫങ്ഷൻസും വരുന്നുണ്ട്. സോ എക്സാമ്പിൾസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ചോദിക്കുമ്പോൾ ഗ്ലാൻഡ്സ് വിച്ച് ആർ ഡക്ട്ലെസ് ആണ്, ഹോർമോൺസ് ഡയറക്റ്റ്ലി ബ്ലഡിലേക്കായിരിക്കും സെക്രീഷൻ ചെയ്യുന്നത്. സോ 19th one, വിച്ച് ആർ ദി കാർഡിയാക് വാൽവ്സ്? കാർഡിയാക് വാൽവ്സ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൽ കാണുന്ന വാൽവ്സ് ആണ്. നമുക്ക് 4 വാൽവ്സ് ആണ് ഹാർട്ടിലുള്ളത്, വിച്ച് ആർ ഡിവൈഡഡ് ഇൻ ടു 2, ദാറ്റ് ഇസ് ആട്രിയോവെൻട്രിക്കുലർ വാൽവും സെമി ലൂണാർ വാൽവും. ആട്രിയോവെൻട്രിക്കുലർ വാൽവ്സ് എന്ന് പറയുന്നത് മിട്രൽ ഓർ ബൈകസ്പിഡ് വാൽവും അതുപോലെ ട്രൈകസ്പിഡ് വാൽവും ആണ്. ട്രൈകസ്പിഡ് വാൽവ് ബിറ്റ്വീൻ ദി റൈറ്റ് ആട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ആണ് കാണുന്നത്. ദെൻ മിട്രൽ ഓർ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദി ലെഫ്റ്റ് ആട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് കാണുന്നത്. ദാറ്റ് ഇസ് ബിറ്റ്വീൻ ദി ആട്രിയം ആൻഡ് വെൻട്രിക്കിൾ ആണ്. നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് സെമി ലൂണാർ വാൽവ്സ് ആണ്. സോ സെമി ലൂണാർ വാൽവ്സും 2 ആണുള്ളത്, അയോട്ടിക് വാൽവും പൾമണറി വാൽവ് അല്ലെങ്കിൽ പൾമോണിക് വാൽവ് എന്ന് പറയും. സോ അയോട്ടിക് വാൽവ് ഇസ് ബിറ്റ്വീൻ ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് അയോട്ട. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പൺ ആവുന്ന ആ ഒരു വാൽവിനെയാണ് അയോട്ടിക് വാൽവ് എന്ന് പറയുന്നത്. ഇനി പൾമണറി വാൽവ് അല്ലെങ്കിൽ പൾമോണിക് വാൽവ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദി റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പൾമണറി ആർട്ടറി ആണ്. സോ പൾമണറി ആർട്ടറി വഴി ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന വാൽവാണ് പൾമണറി വാൽവ്. സോ ഇഫ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ് വിച്ച് ഇസ് നോട്ട് എ കാർഡിയാക് വാൽവ് എന്ന് ചോദിച്ചാൽ ഈ ഒരു 4 വാൽവ്സ് അല്ലാത്ത വാൽവ്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദി ആൻസർ.
20th question, what is a femoral valve? A valve in the femoral vein in the thigh preventing the backflow of blood towards the feet ആണ്. സോ ഫെമോറൽ വാൽവ് എന്ന് ചോദിച്ചാൽ ദിസ് ഇസ് എ വാൽവ് പ്രസൻറ്റ് അല്ലെങ്കിൽ ഫെമോറൽ വെയിനിൽ കാണുന്ന ഒരു വാൽവാണ് ഫെമോറൽ വാൽവ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഫീറ്റിൽ ബാക്ക് ഫ്ലോനെ പ്രിവെൻറ്റ് ചെയ്യാൻ, ബ്ലഡ് വൺ ഡയറക്ഷണൽ ഫ്ലോനെ അലോ ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാനുമായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു വാൽവാണ് ഫെമോറൽ വാൽവ് എന്ന് പറയുന്നത്. അതുള്ളത് നമ്മുടെ തൈ ഏരിയയിലെ ഫെമോറൽ വെയിനിലാണ്. സോ കാർഡിയാക് വാൽവിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വിച്ച് ഇസ് നോട്ട് എ വാൽവ് എന്ന് ചോദിച്ച് ചിലപ്പോൾ ഓപ്ഷനിൽ ഫെമോറൽ വാൽവ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുകയാണെങ്കിൽ ആൻസർ വിൽ ബി ഫെമോറൽ വാൽവ് ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എ കാർഡിയാക് വാൽവ്. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്നുണ്ട്. 21, വാട്ട് ഇസ് മെലനോമ? ദിസ് ഇസ് ദി ക്യാൻസർ ഓഫ് മെലാനോസൈറ്റ്സ് ആണ്. മെലാനോസൈറ്റ്സ് ആർ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസിങ് സെൽസ് ഇൻ ദ സ്കിൻ. മെലനോമ ഈസ് എൻ അഗ്രസീവ് സ്കിൻ ക്യാൻസർ ഓഫൻ ലിങ്ക്ഡ് ടു UV എക്സ്പോഷ്യർ. സോ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് നമ്മുടെ സ്കിന്നിന് പിഗ്മെൻറ്റ് തരുന്ന ഇതിനെയാണ് മെലാനോസൈറ്റ്സ് എന്ന് പറയുന്നത്. സെൽസ് പ്രൊഡ്യൂസിങ് മെലാനിൻ ആണ് മെലാനോസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ മെലാനോമ വരുന്നത് ഈ ഒരു സെൽസ് മെലാനോസൈറ്റ്സിന് ക്യാൻസർ വരുമ്പോഴാണ് മെലനോമ എന്ന് നമ്മൾ പറയുന്നത്. എക്സസീവായിട്ടുള്ള UV എക്സ്പോഷ്യറൊക്കെ വരുമ്പോൾ സ്കിൻ ക്യാൻസറായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെയാണ് മെലനോമ എന്ന് പറയുന്നത്. സോ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുകൊണ്ട് തന്നെ മെലാനോസൈറ്റ്സ് ആണ്. സോ ഓമ മീൻസ് എന്താണ്? അബ്നോർമൽ ഗ്രോത്ത് ആണ്. സോ മെലനോമ ഇസ് ദി അബ്നോർമൽ ഗ്രോത്ത് അല്ലെങ്കിൽ ക്യാൻസർ ആണ് പറയുന്നത്. 22, വാട്ട് ഇസ് കെരാറ്റൈറ്റിസ്? ഇൻഫ്ലമേഷൻ ഓഫ് ദി കോർണിയ ആണ്. കെരാറ്റോ മീൻസ് കോർണിയ ആണ്, വിച്ച് ഇസ് ദ ക്ലിയർ ഫ്രണ്ട് പാർട്ട് ഓഫ് ദി ഐ. ഐൻ്റെ ഔട്ടർമോസ്റ്റ് ലെയർ ഇസ് ക്ലിയറ എന്ന് പറഞ്ഞു. സോ ഫ്രണ്ട് ഓഫ് ദി ഐയിൽ, ഫ്രണ്ട് പോർഷൻ ഓഫ് ദി ഐയിൽ നമുക്ക് കോർണിയ ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ബിക്കോസ് ക്ലിയറ എന്ന് പറയുന്നത് ഒപ്പേക്ക് ആണ്, നമുക്ക് ലൈറ്റൊന്നും എൻട്രി ചെയ്യില്ലാത്ത ഒപ്പേക്ക് ആണ്. ബട്ട് കോർണിയ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്. സോ നമ്മുടെ ഐൻ്റെ ഫ്രണ്ട് പോർഷൻ എത്തുമ്പോൾ അവിടെ നമുക്കുള്ളത് കോർണിയ ആണ്. സോ കോർണിയയുടെ മെഡിക്കൽ ടേമാണ് കെരാട്ടോ എന്ന് പറയുന്നത്. സോ ഇൻഫ്ലമേഷൻ ഓഫ് ദി കോർണിയ ആണ് കെരാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. സോ കോസസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ, ഇഞ്ചുറി ഓർ വിയറിംഗ് കോണ്ടാക്ട് ലെൻസസ് ഫോർ ടു ലോങ് ആണ്. 23, what is lunula? The crescent shaped white area at the base of a fingernail ആണ് lunula എന്ന് പറയുന്നത്. It is part of the nail matrix responsible for nail growth ആണ്. സോ ഹാഫ് മൂൺ ഷേപ്ഡ് പോർഷൻ അറ്റ് ദി ബേസ് ഓഫ് ദ fingernail എന്നും പറയാം. ക്രെസൻറ്റ് ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ മൂൺ ഷേപ്ഡ്. സോ ഹാഫ് മൂൺ ഷേപ്ഡ് വൈറ്റ് ഏരിയ അറ്റ് ദ ബേസ് ഓഫ് ദ fingernail ആണ് ലുനുല എന്ന് പറയുന്നത്. 24, വാട്ട് ആർ ഫാലഞ്ചസ്? ബോൺസ് ഓഫ് ദ ഫിംഗേഴ്സ് ആൻഡ് ടോസ് ആണ് ഫാലഞ്ചസ് എന്ന് പറയുന്നത്. ഈച്ച് ഫിംഗർ ആൻഡ് ടോ ഹാസ് ഫാലഞ്ചസ്. ദാറ്റ് ഇസ് ഫിംഗറിൽ നമുക്ക് പ്രോക്സിമൽ, മിഡിൽ ആൻഡ് ഡിസ്റ്റൽ ഫാലഞ്ചസ് ഉണ്ട്. തമ്പിൽ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ ഫാലഞ്ചസ് ആണ് ഉള്ളത്. സോ ഫാലഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗേഴ്സിലും ടോസിലൊക്കെ കാണുന്ന ബോണുകളെയാണ്. എല്ലാത്തിനെയും കൂടി പ്ലൂറലായിട്ട് പറയുന്നതാണ് ഫാലഞ്ചസ് എന്ന് പറയുന്നത്. ഇനി 25 നോക്കിയാൽ വാട്ട് ഈസ് എ ഫാലങ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എ സിംഗിൾ ബോൺ ഇൻ എ ഫിംഗർ ഓർ ടോ ആണ് ഫാലങ്സ് എന്ന് പറയുന്നത്. ഒരെണ്ണത്തിന്, ഒരു ബോണിനെയാണ് നമ്മൾ ഫാലങ്സ് എന്ന് പറയുന്നത്. മുഴുവൻ ഫിംഗേഴ്സ് ആൻഡ് ടോസിലുള്ള ബോൺസിനെ നമ്മൾ ഫാലഞ്ചസ് എന്ന് പറയും. 26, ലങ്സ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ വാട്ട്? സോ പ്ലൂറയാണ്. ലങ്സ് പ്ലൂറൽ ക്യാവിറ്റിയുടെ ഉള്ളിലാണ് ലൊക്കേഷൻ വരുന്നത്. സോ ദ ലങ്സ് ഇസ് സറൗണ്ടഡ് ബൈ എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ കോൾഡ് ദ പ്ലൂറ. ദ വിസറൽ പ്ലൂറ ആൻഡ് പെറൈറ്റൽ പ്ലൂറ. വിസറൽ പ്ലൂറ എന്ന് പറയുന്നത് കവേഴ്സ് ദി ലങ്സ് ആണ്. പെറൈറ്റൽ എന്ന് പറഞ്ഞാൽ ലൈൻസ് ദ ചെസ്റ്റ് ക്യാവിറ്റി ആണ്. സോ ലങ്സ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ദി പ്ലൂറൽ ക്യാവിറ്റി ആണ്, അല്ലെങ്കിൽ പ്ലൂറയാണ്. 27, വാട്ട് ഇസ് ഡയസ്റ്റമ? എ ഗ്യാപ്പ് ഓർ സ്പേസ് ബിറ്റ്വീൻ ടീത്ത് ആണ്. കോമൺലി സീൻ ബിറ്റ്വീൻ ദി അപ്പർ ഫ്രണ്ട് ടീത്ത് ആണ്. നമ്മുടെ ടീത്തിൻ്റെ ഇൻ ബിറ്റ്വീൻ കാണുന്ന ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ സ്പേസിനെയാണ് ഡയസ്റ്റമ എന്ന് പറയുന്നത്. മെയിൻലി അപ്പർ ഫ്രണ്ട് ടീത്തിൻ്റെ ബിറ്റ്വീൻ ആയിരിക്കും ഇത് കാണുന്നത്. 28, വാട്ട് ഇസ് ബൈലാറ്ററൽ ഉഫ്രെക്ടമി? സർജിക്കൽ റിമൂവൽ ഓഫ് ബോത്ത് ഓവറീസ് ആണ്.
ഊഫ്രോ എന്ന് പറയുന്നത് ഓവറി ആണ്. സോ ഊഫ്രെക്ടമി എന്ന് പറയുന്നത്, എക്ടമി മീൻസ് സർജിക്കൽ റിമൂവൽ. സോ സർജിക്കൽ റിമൂവൽ ഓഫ് ഓവറി ആണ് ഊഫ്രെക്ടമി എന്ന് പറയുന്നത്. സോ നമുക്ക് ബോത്ത് സൈഡ്സിലും ഓവറീസ് ഉണ്ട്. സോ ബൈലാറ്ററൽ ഊഫ്രെക്ടമി എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ബോത്ത് ഓവറീസ് ആണ്. സോ ബൈലാറ്ററൽ മീൻസ് ബോത്ത് സൈഡ്സ് ആണ്. ഊഫ്രെക്ടമി മീൻസ് റിമൂവൽ ഓഫ് ഓവറീസ് ആണ്. 29. വിച്ച് ആർ ദ സ്പൈനൽ നെർവ്സ്? നമുക്ക് 2 ടൈപ്സ് ഓഫ് നെർവ്സ് ആണുള്ളത്, സ്പൈനൽ നെർവ്സ് ആൻഡ് ക്രേനിയൽ നെർവ്സ്. അതിൽ സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത് 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ആണുള്ളത്. മെയിൻലി ഇമ്പൾസസ് ഫ്രം ആൻഡ് ടു ദ സ്പൈനൽ കോഡാണ് ഈ നെർവ്സ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതിനെ നോക്കുകയാണെങ്കിൽ 8 cervical നെർവ്സ് ആണുള്ളത്, C1 to C8. തൊറാസിക് നെർവ്സ് 12 ആണുള്ളത്, ലംബാർ 5, സാക്രൽ 5 ആൻഡ് കോക്കിക്സ് അല്ലെങ്കിൽ കോക്കിഞ്ചിയൽ നെർവ് എന്ന് പറയുന്നത് 1 ആണുള്ളത്. 30. What is debridement? The process of removing dead, damaged or infected tissue to promote healing. Commonly done for wounds, burns, ulcers or infected areas. Wounds, burns, ulcer അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ആ ഏരിയയിലുള്ള ഡെഡ് ആൻഡ് ഡാമേജ്ഡ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ടിഷ്യൂവിനെ റിമൂവ് ചെയ്ത് ഒരു ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡിബ്രൈഡ്മെൻറ്റ് എന്ന് പറയുന്നത്. 31. which is a cartilage present in the knee joint ആണ്, that is the meniscus. The knee has 2 menisci, medial and lateral, which are C-shaped cartilage that act as shock absorbers and stabilize the joint. സോ നമ്മുടെ നീ ജോയിൻറ്റിലുള്ള C-shaped cartilage ആണ് മെനിസ്കസ് എന്ന് പറയുന്നത്. 2 മെനിസ്കൈ ആണുള്ളത്, അതായത് മീഡിയൽ ആൻഡ് ലാറ്ററൽ മെനിസ്കസ് ആണ് നമുക്കുള്ളത്. 32. What is popliteal artery? Artery running behind the knee, posterior thigh, supplying blood to the knee and lower leg. It is a continuation of the femoral artery. സോ നമ്മുടെ നീൻ്റെ ബാക്ക് സൈഡിലൂടെ പോകുന്ന ആർട്ടറീനെയാണ് നമ്മൾ പോപ്ലിറ്റിയൽ അല്ലെങ്കിൽ ബാക്ക് ഓഫ് ദി നീനെ പറയുന്ന ആ ഒരു ഏരിയനെ പറയുന്നതാണ് പോപ്ലിറ്റിയൽ ഏരിയ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫെമോറൽ ആർട്ടറി വന്ന് നമ്മുടെ നീൻ്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ തൈ ഏരിയയിൽ എത്തുമ്പോൾ അതിനെ നമ്മൾ പോപ്ലിറ്റിയൽ ആർട്ടറി എന്നാണ് പറയുന്നത്. നമുക്ക് 1 ആർട്ടറി ആണ് ലെഗിലുള്ളത്, ബട്ട് അത് ഫെമോറൽ ഏരിയയിൽ വരുമ്പോൾ ഫെമോറൽ ബോണിൻ്റെ ഏരിയയിൽ വരുമ്പോൾ ഫെമോറൽ ആർട്ടറിയും നീൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ പോപ്ലിറ്റിയൽ ആർട്ടറി എന്നാണ് വിളിക്കുന്നത്. സോ ദ ഏരിയ ബിഹൈൻഡ് ദ നീനെ നമ്മൾ പോപ്ലിറ്റിയൽ ഏരിയ എന്നാണ് പറയുന്നത്. സോ ആ ഏരിയയിലൂടെ റൺ ചെയ്യുന്ന ആർട്ടറീനെ പോപ്ലിറ്റിയൽ ആർട്ടറി എന്നാണ് പറയുന്നത്. 33. cranial nerves ആണ്, which are the cranial nerves, how many numbers are there എന്നൊക്കെയാണ് ചോദിക്കുന്നത്. So 12 pairs of cranial nerves ആണുള്ളത്, which emerges from the brain and controls various sensory and motor functions ആണ്. That is impulses from and to brain, അതായത് ബ്രെയിനിൽ നിന്നുള്ള ഇമ്പൾസസും അതുപോലെ ബ്രെയിനിലേക്കുള്ള ഇമ്പൾസസും ഒക്കെ ക്യാരി ചെയ്യുന്നത് ക്രേനിയൽ നെർവ്സ് ആണ്. 12 pairs ആണുള്ളത്. അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒപ്റ്റിക് നെർവ് ഫോർ വിഷൻ ആണ്. ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത് ഫേഷ്യൽ മൂവ്മെൻറ്റ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. വേഗസ് നെർവ് എന്ന് പറയുന്നത് 10th ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെർവാണ്, ഓട്ടോണോമിക് കൺട്രോൾ ഓഫ് ഓർഗൻസ് ആണ്. പിന്നെ നമുക്ക് ഓൾഫാക്ടറി നെർവ്സ് ഉണ്ട് ഫോർ സ്മെൽ. ഓക്കുലോ മോട്ടോർ ഉണ്ട്, ഐ മൂവ്മെൻറ്റ് എന്നുള്ളതാണ്. ട്രോക്ലിയർ, ട്രൈജെമിനൽ, അബ്ഡ്യൂസെൻസ്, ഫേഷ്യൽ, വെസ്റ്റിബോകോക്ലിയർ, ഗ്ലോസോഫാരഞ്ചിയൽ, ആക്സസറി നെർവ്, ഹൈപ്പോഗ്ലോസൽ, അങ്ങനെ നമുക്ക് 12 pairs ഓഫ് ക്രേനിയൽ നെർവ്സ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓരോന്നിനും അതിൻ്റേതായ ഫങ്ഷൻസും പ്രസൻ്റ് ആണ്. 34. വാട്ട് ഇസ് മാനിപ്പുലേഷൻ? മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ മൂവ്മെൻറ്റ് ഓഫ് എ ബോഡി പാർട്ട്, ഓഫൻ യൂസ്ഡ് ഇൻ ഫിസിക്കൽ തെറാപ്പി, orthopedics or chiropractic treatment to realign joints or reduce dislocations. സോ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് മാനുവലി ഒരു ബോഡി പാർട്ടിനെ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക എന്നുള്ളതിനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഫിസിയോതെറാപ്പി, ഓർത്തോപെഡിക്സ്, അതുപോലെ കൈറോപ്രാക്ടിക് ട്രീറ്റ്മെൻറ്റ്സിലൊക്കെ ഏതെങ്കിലും ഒരു ജോയിൻ്റ് ഇങ്ങനെ അലൈൻമെൻറ്റ് തെറ്റിയൊക്കെ നിൽക്കുക അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ റീജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ റീഅലൈൻ ചെയ്യാനൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. Thank you for watching. Hope the video is helpful. If you feel the video is helpful, please do like,
comment and subscribe. Thank you.